ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ റോബോട്ട് ട്രേഡിംഗ്, നമ്മൾ മാനുവൽ അല്ലാതെ ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഏതെല്ലാം അക്കൗണ്ടുകളാണ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ റിസ്ക് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്, ഏത് സമയത്താണ് ട്രേഡ് എടുക്കുന്നത് എന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്കിത് ഈ ഒരു റോബോട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന XNS, അതുപോലെ സ്റ്റാർ ട്രേഡർ, അൽപാരി, XM, വാൻറ്റേജ് ഇതിലേതെങ്കിലും ഒരു ബ്രോക്കറിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്താൽ എൻ്റെ റെഫറൽ ID അക്കൗണ്ട് എടുത്താൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു ലൈവ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സെറ്റിങ്സ്, ഏതെല്ലാം റിസ്ക് മാനേജ്മെൻറ്റ് ഇതിലുണ്ട്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ സെറ്റിങ്സ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ടാണ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി XNS അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, XNSൻ്റെ റെഫറിലേക്ക് മാറ്റിയാൽ മതി. അത് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു റോബോട്ടിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ട്രാറ്റജി എന്തെന്ന് മനസ്സിലാക്കാം. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 ഇൻഡിക്കേറ്റേഴ്സാണ്. ഒന്നാമത് ADX ഇൻഡിക്കേറ്ററും പിന്നെ EMA 50 ഉപയോഗിച്ചിട്ടുണ്ട്. EMA 50 നിങ്ങൾക്ക് മാറ്റാം, 50 ഉള്ളത് 100 ആക്കാം, 200 ഒക്കെ ആക്കാൻ പറ്റും. ഞാൻ 50 ആണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ADX 1 ഹവറിലാണ് ചെക്ക് ചെയ്യുക. EMA 50 15 മിനിറ്റിലും ചെക്ക് ചെയ്യുന്നത്. ADXൻ്റെ ഈ ഒരു പ്ലസ് ഗ്രീനും റെഡും ഉണ്ടല്ലോ, അത് ഗ്രീന് മുകളിലാണെങ്കിൽ ട്രേഡ് എടുക്കും. ഗ്രീന് മുകളിൽ ആണെങ്കിൽ മാത്രമല്ല, ഈ ഒരു EMA 50യുടെ മുകളിൽ പ്രൈസ് ആണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ആകുമ്പോൾ ഈ ഒരു EMAക്ക് 50ക്ക് താഴെ 15 മിനിറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സിറ്റ് ആവും. പിന്നീട് നെക്സ്റ്റ് ബൈ ട്രേഡ് വരുന്നത് EMAക്ക് മുകളിലും അതുപോലെ തന്നെ ഇവിടെ താഴെ ADXന് ഈ ഒരു ഗ്രീൻ ലൈന് മുകളിൽ വന്നാലും മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ സെല്ലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് ബൈ ഓൺലി എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് സെൽ ഓൺലി എടുക്കാം, പിന്നെ ബോത്ത് എന്നുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പോൾ ബൈ ഓൺലി ഉണ്ട്, സെൽ ഓൺലി ഉണ്ട്, ബോത്തും ഉണ്ട്. അപ്പോൾ ബൈ ഓൺലി എടുത്തു കഴിഞ്ഞാൽ ബൈ മാത്രമായിട്ട് കൊടുക്കുക, ബൈൻ്റെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ മാത്രമായിട്ട് കൊടുക്കുക. സെൽ ഓൺലി വെച്ച് കഴിഞ്ഞാൽ സെല്ല് സിഗ്നൽ മാത്രമായിട്ട് കൊടുക്കുക, ബൈ സ്കിപ്പ് ചെയ്യും. ബോത്ത് വെച്ച് കഴിഞ്ഞാൽ ബൈ സിഗ്നൽ വരുമ്പോൾ ബൈ എടുക്കും, നേരെ ഓപ്പോസിറ്റ് ക്ലോസ് ചെയ്തിട്ട് സെൽ സിഗ്നൽ വരുമ്പോൾ സെല്ല് എടുക്കും. രണ്ടും പാടെ എടുക്കുന്ന ആണ് ബോത്ത് എന്ന് പറഞ്ഞത്. അതുപോലെ ഇത് എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ട്, ലൈവ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെൻഡ് അക്കൗണ്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെറ്റർ. സെൻഡ് അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് $100 നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു $1000 എങ്കിലും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ എടുത്താൽ മാത്രമേ 0.01 എടുക്കാൻ പറ്റുള്ളൂ. സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ $100 ഇട്ട് കഴിഞ്ഞാൽ 10,000 സെൻറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ 0.02 3 എടുക്കാം. 0.02 ആണ് നിങ്ങൾ സെൻഡ് അക്കൗണ്ടിൽ $100 ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. സെൻഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. XNSൽ പേഴ്സണലിൽ ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് സെൻഡ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് സെൻഡാണ് സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് മാക്സിമം ലിവറേജ് 1:1 ലിമിറ്റഡ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി നിങ്ങൾ സ്റ്റാർ ട്രേഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾ ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓപ്പൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് സ്വാപ്പ് ഫ്രീ ഉണ്ട്, അതെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് $100 നിങ്ങൾ ഇട്ടിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 സെൻറ്റ് ആയിരിക്കും കാണിക്കുക. 10,000 സെൻറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണക്കാക്കുന്നത് നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് VPS ഉപയോഗിക്കണം എന്നില്ല. VPS ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. VPS ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്നാൽ 24 hours നിങ്ങൾക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ അതെടുക്കണം എന്നില്ല, കാരണം നിങ്ങൾക്ക് 24 hours റൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നല്ല രീതിയിൽ വോൾട്ടേജിലുള്ള സമയത്ത്, അഥവാ നിങ്ങൾക്ക് ന്യൂയോർക്ക് അതുപോലെ ലണ്ടൻ ടൈമിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താലും, ഏകദേശം രാത്രി വൈകുന്നേരം ആണെങ്കിൽ 5:30 മുതൽ ഏകദേശം 8:30 9:30 വരെയൊക്കെ യൂസ് ചെയ്യാം. ബാക്കി പിന്നെ ഓഫാക്കിക്കുക. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള
ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലണ്ടൻ ടൈം ആണെങ്കിൽ 12 മണി മുതൽ 12:30 മുതൽ ഏകദേശം ഒരു 2:30 3:30 ഉച്ചക്ക് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണക്കാക്കുന്ന ഞാൻ പറഞ്ഞു, നമ്മളെടുക്കുന്ന റിസ്ക് പെർസെൻറ്റേജ് നമ്മളെടുക്കുന്ന ഇതിൽ പല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ ബോട്ട് ഉപയോഗിച്ച്. ഇത് നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ട്രാറ്റജി വരുന്നത് നമ്മുടെ ADX അതുപോലെ EMAയും ഉപയോഗിച്ചാണ്. PMAക്ക് മുകളിൽ നമുക്ക് ഗ്രിഡായിട്ട് ട്രേഡ് ചെയ്യുന്നത്, അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ആകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സെറ്റിങ്സും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് ഏതെല്ലാം അക്കൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞ് നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ട് ഉപയോഗിക്കുകയാണ് നല്ലത്. മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് $100 അഥവാ 10,000 സെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഈ സെൻഡ് അക്കൗണ്ടും അതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ട് ആകുമ്പോൾ $100 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത്, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് $100 ഡെപ്പോസിറ്റ് ചെയ്യാം. അത് നമ്മൾ 0.01 എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏകദേശം 4,500 ആണെങ്കിൽ 4,501 ആകുമ്പോൾ നമുക്കിവിടെ $1 നഷ്ടം വരിക. 4,501 ആകുമ്പോൾ $1 പ്രോഫിറ്റ് വരും, താഴേക്ക് വരുമ്പോൾ $1 നഷ്ടം വരും. ആ രീതിയിലായിരിക്കും വരിക. എന്നാൽ സെൻറ്റ് അക്കൗണ്ട് ആകുമ്പോൾ $100 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 സെൻറ്റ് ആയിരിക്കും ലഭിക്കുക. ആ 10,000 സെൻറ്റിൽ നമ്മൾ 0.01 എടുത്ത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട്, 1 സെൻറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റൊക്കെ പോകുള്ളൂ. അപ്പോൾ പൈസ അതുപോലെ റുപ്പീസൊക്കെ പോലുള്ള ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് റിസ്ക് കുറച്ച് ബോട്ടുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് സെൻറ്റ് അക്കൗണ്ടാണ്. ഇനി നമുക്കൊരു സെറ്റിങ്സും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് ഞാൻ ഈ ഒരു ബോട്ട് എൻ്റെ റെഫറൽ എടുത്ത ആൾക്ക് ഞാൻ ടെലഗ്രാമിൽ ആദ്യം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആൾക്ക് ആ ഒരു എൻ്റെ റെഫറൽ ലിങ്കുകൾ തരും. അതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് എല്ലാ ബ്രോക്കറുടെയും റെഫറൽ ലിങ്ക് ലഭിക്കുന്നതാണ്. ആ റെഫറൽ ലിങ്കിൽ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ഞാൻ എൻ്റെ ഫയൽ ടെലഗ്രാമിൽ അയച്ചു തരുന്നതാണ്. ആ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നിങ്ങൾ MT5 ആപ്ലിക്കേഷൻ, ഇത് മൊബൈലിൽ വർക്ക് ചെയ്യില്ല, കമ്പ്യൂട്ടറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. MT5 ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിളിൽ MT5 മെറ്റാഡേറ്റ 5 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ വന്നിട്ട് അക്കൗണ്ട് വന്ന ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടഡിലാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മെയിൽ വന്നിട്ടുണ്ടാവും. ഇനി XNS ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എന്ന് പറഞ്ഞ് ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഒന്നുകൂടി ചെക്ക് ചെയ്ത ശേഷം സെർവർ കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആക്റ്റീവായിട്ടുള്ള ഇതിലുള്ള ചാർട്ടുകളെല്ലാം ക്ലോസ് ചെയ്യുക. ഇത് ലൈവ് അക്കൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയല്ല, ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗോൾഡ് ആണെങ്കിലും എതേറിയം ആണെങ്കിലും അതുപോലെ കറൻസി ആണെങ്കിലും US ഓയിൽ അതുപോലെ തന്നെ BTC ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഗോൾഡ് ഇല്ലെങ്കിൽ ഗോൾഡ് XAUSD ആണ് ഗോൾഡിൻ്റെത്. നിങ്ങൾ XAUSD വരുന്നില്ലെങ്കിൽ ചില ബ്രോക്കറിൽ ഗോൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരിക. അതിനുശേഷം ഇത് ചാർട്ട് വിൻഡോ ഓപ്പൺ ആക്കി വെക്കാം, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ തന്നിരിക്കുന്ന ഫയൽ, ഞാൻ ടെലഗ്രാമിലൂടെ തന്നിരിക്കുന്ന ഫയൽ കോപ്പി ചെയ്യുക. അതിനുശേഷം ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഓപ്പൺ ഡാറ്റാ ബോർഡറിൽ വരിക. അതിനുശേഷം MQL5 എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് എക്സ്പേർട്ടിലാണ് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അത് പേസ്റ്റ് ചെയ്ത് വെക്കാം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ഇവിടെ A to Z സ്കാൽപ്പർ ബോട്ട് ഇങ്ങനെ ഒരു ഫയൽ കാണാം, ഒരു പച്ച കളറ്. അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് കൊടുക്കാം. റിഫ്രഷ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും A to Z സ്കാൽപ്പർ ബോട്ട് ലൈവ് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ആൽഗോ ട്രേഡിംഗ് എന്നുള്ളത് ഓണാക്കി കൊടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വലിച്ചിടുക. രണ്ടാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. അതിനുശേഷം കോമൺ എന്ന് പറഞ്ഞ ഭാഗത്ത് ഹലോ ആൽഗോ ട്രേഡിംഗ് എന്നുള്ളത് ഓണാണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് ശേഷം ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്ന ശേഷം നമ്മൾ ബൈ ഓൺലി ആണോ അതുപോലെ തന്നെ സെൽ ഓൺലി ആണോ അല്ലെങ്കിൽ ബോത്ത് ആണോ, ഇതിൽ ഏതാണോ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ബൈ ഓൺലി ആണെങ്കിൽ ബൈ മാത്രമായിരിക്കും എടുക്കുക, സെൽ ഓൺലി ആണെങ്കിൽ സെല്ല് മാത്രമായിരിക്കും എടുക്കുക, ബോത്ത് ആണെങ്കിൽ രണ്ടും എടുക്കും. അപ്പം നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കിത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ബൈ ഓൺലി ഇന്ന റെസിസ്റ്റൻസ് വരെ ഇത്ര ബൈ മാത്രം എടുക്കുന്നതെങ്കിൽ ആ റെസിസ്റ്റൻസ് വരെ ബൈ ഓൺലി എടുത്തിട്ട് നിങ്ങൾക്ക് ഗ്രിഡായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിലോട്ട് നിങ്ങൾ
നിങ്ങൾ എപ്പോഴും നിങ്ങൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1000 USD എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം 0.01 എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോൾ $100 നിങ്ങൾ സെൻഡ് അക്കൗണ്ടിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ 0.02 കൊടുത്താലും കുഴപ്പമില്ല. 0.01 കൊടുക്കണമെന്നില്ല, തീരെ കുറവായിരിക്കും. 0.02ക്ക് മുകളിൽ നിങ്ങൾ ആദ്യം കുറച്ച് റൺ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുന്നതാണ്. അതിനുശേഷം അലോ മാർട്ടിങ്ങൾ ട്രൂ ആണ്. ഇതിൽ ഓൾറെഡി കുറച്ച് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഡിഫോൾട്ടായിട്ട് തന്നെയാണ്. ഇതിൽ ഈ ഒരു സ്റ്റാർട്ട് ലോട്ടിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രിഡ് ഗ്യാപ്പ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ TP ഡിസ്റ്റൻസും മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ബാസ്ക്കറ്റ് SLഉം നിങ്ങൾക്ക് നിങ്ങളുടെ അതനുസരിച്ച് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ലോട്ട് നമ്മൾ പറഞ്ഞു, പിന്നെ അലോ മാർട്ടിങ്ങൾ, പിന്നെ ലോട്ട് മൾട്ടിപ്ലെയർ. നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ ഇപ്പോൾ ഫസ്റ്റത്തെ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് ബേസ്ഡ് താഴെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ് പകരം നിങ്ങൾക്ക് ഗ്രിഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെ ഒരു ലെവലിൽ നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വിട്ടിട്ട് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിലോട്ട് എത്രയാണോ അത് തന്നെയായിരിക്കും താഴെയും വരിക. 1.5 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2ൻ്റെ 1.5 ഫസ്റ്റ് ഗ്രിഡ് 2ൻ്റെ 1.5 പറഞ്ഞാൽ 3 ലോട്ടായിരിക്കും, 0.03 ആയിരിക്കും. പിന്നീട് ഏകദേശം 5 ലോട്ടിൻ്റെ അടുത്തായിരിക്കും വരിക. ആ രീതിയിലായിരിക്കും വരിക. അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ 1 കൊടുത്താൽ മതി. ഗ്രിഡ് ഗ്യാപ്പ് കണക്കാക്കുന്നത് ഇവിടെ 1000 ആണോ അല്ലെങ്കിൽ 100 ആണോ. ഇപ്പോൾ 1000 ഈ XNSൽ 1000 ആകുമ്പോൾ 10 പോയിൻ്റാണ്. മറ്റുള്ള ബ്രോക്കറിൽ 1000 എന്ന് പറയുമ്പോൾ അത് 100 പോയിൻ്റ് ആയിരിക്കും. അത് എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ ഗോൾഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ ഇവിടെ 4675.248 ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഈ ഒരു XNSൽ വരുന്നത് 4675.248 ആണ്. ഇങ്ങനെ ഈ ഒരു 3 ഡിജിറ്റാണ് നിങ്ങളുടെ ഈ ഒരു ബ്രോക്കറിൽ ഗോൾഡിന് എന്നെങ്കിൽ നിങ്ങൾ 1000 എന്ന് പറഞ്ഞാൽ 1000 ഇവിടെ ടിപ്പ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ 1000 കൊടുത്തു കഴിഞ്ഞാൽ ഗ്രിഡ് ഗ്യാപ്പിന് 1000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് 10 പോയിൻ്റ് ആയിരിക്കും ഗോൾഡിൽ വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പോൾ 4675 എന്നുള്ളത് നമ്മൾ 1000 ആണ് കൊടുത്തത് XNSൽ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ബൈ വരുന്നത് 4665 10 പോയിൻ്റ് ഗ്യാപ്പിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ടേഡിൽ വരികയാണെങ്കിൽ, സ്റ്റാർട്ടേഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ XAUSD നോക്കുകയാണെങ്കിൽ ഇവിടെ 4675.62 ആണ്. കാരണം 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെ 1000 കൊടുക്കുന്നതിന് പകരം 100 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, 100 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു 4675 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 4665 ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ബ്രോക്കർ ഉപയോഗിക്കുന്നെങ്കിലും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ബ്രോക്കേഴ്സ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ 3 ഡിജിറ്റ് ആണോ 2 ഡിജിറ്റ് ആണോ 3 ആണോ 2 ആണോ ഡിജിറ്റ് നോക്കുക. 2 ആണെങ്കിൽ 10ഉം അതുപോലെ 3 ആണെങ്കിൽ 2 ആണെങ്കിൽ 100ഉം അതുപോലെ 3 ആണെങ്കിൽ 1000 ആണ് അവിടെ 10 പോയിൻ്റ് വ്യത്യാസത്തിന് കൊടുക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഗ്രിഡ് ഗ്യാപ്പ് 10 പോയിൻ്റ് ഗ്യാപ്പ് ആകുമ്പോൾ XNSൽ 1000 കൊടുത്തു. ഇനി ഇവിടെ TP ഡിസ്റ്റൻസ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, 3 പോയിൻ്റ് വ്യത്യാസത്തിൽ TP അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ XNSൽ 300ഉം ഇനി സ്റ്റാർ, അൽപാരി അതുപോലെ തന്നെ XM ഒക്കെ പോലത്തെ ബ്രോക്കേഴ്സ് 2 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ടത് നമ്മൾ 30 ഇവിടെ 100ഉം. അപ്പോൾ ആ ഒരു കാര്യം മറക്കാതിരിക്കുക. പിന്നെ ബാസ്ക്കറ്റ് SL നമുക്ക് ബാസ്ക്കറ്റ് SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ SL നമ്മുടെ ഇക്വിറ്റിയുടെ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ ബാസ്ക്കറ്റ് SL അടിക്കണം അല്ലെങ്കിൽ SL ടോട്ടൽ അടിക്കണം എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 25 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപിറ്റലിൻ്റെ 25% ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂട്ടിയൊക്കെ നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഇവിടെ പുതിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനേബിൾ പോസ് ആഫ്റ്റർ SL. ഇപ്പോൾ ബാസ്ക്കറ്റ് SL അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ട്രൂ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റ് അല്ലെങ്കിൽ ഇവിടെ മിനിറ്റാണ് 30 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റ് SL അടിച്ചതിന് ശേഷം 30 മിനിറ്റിന് ശേഷമായിരിക്കും പിന്നീടുള്ള ട്രേഡുകൾ ആക്റ്റീവ് ആവുക. ഓക്കെ, അതുവരെ അവിടെ പോസ് ആയിരിക്കും ട്രേഡിങ്.
അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇറങ്ങുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വെയിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 30 മിനിറ്റോ കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ട്രേഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 3 ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, 3 ഗ്രിഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് അത്യാവശ്യമില്ല, ആ മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 3ാമത്തെ ഗ്രിഡ് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ ഗ്രിഡിൽ ഏറ്റവും ലോസ് ഉള്ളത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രൂ കൊടുക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഗ്രിഡിൻ്റെ ആണ് വേണ്ടത് ആ ഗ്രിഡ് കൊടുക്കുക. 3 ആണെങ്കിൽ 3 കൊടുക്കുക. ഓക്കെ, 3ൽ കുറയരുത്, 3, 4, 5 അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ആ സെറ്റിങ്സ്. പിന്നെ ഈ ADX ഫിൽറ്റർ യൂസ് ചെയ്യുക. അത് ADXൻ്റെ ടൈം ഫ്രെയിം 1 hour ആണ്. അതുപോലെ തന്നെ ADX പീരിയഡ് 14 ആണ്. ADX മിനിമം ലെവൽ നിങ്ങൾക്കൊരു നല്ല ട്രെൻഡിൽ മാത്രം ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 10ന് പകരം 20 കൊടുത്താൽ മതി. 20 കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുള്ള സമയത്താണ് ട്രേഡ് എടുക്കുള്ളൂ. 10 കൊടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 20 കൊടുക്കാം, അല്ലെങ്കിൽ 20 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രേഡ് എടുക്കൽ കുറവായിരിക്കും. ആ രീതിയിൽ കൊടുക്കാം. പിന്നെ EMA ഫിൽറ്റർ, EMA നോക്കിയിട്ട് ട്രേഡ് എടുക്കണോ? യെസ്, EMA നോക്കി EMA കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പീരിയഡ് 50 ആണ്, 50 EMA ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം, 100 ആക്കാം, 200 ആക്കാം. EMA ടൈം ഫ്രെയിം 1 hour അല്ല, 50 മിനിറ്റ് ആണ്. 50 മിനിറ്റിൻ്റെ EMAക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അതിനാണ് എനേബിൾ EMA ക്ലോസ് കൊടുത്തിരിക്കുന്നത്. അത് ട്രൂ കൊടുക്കുക. മിനിമം ട്രേഡ് ബിഫോർ EMA എക്സിറ്റ് മിനിമം 1 ട്രേഡാണ്. നിങ്ങൾക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 4 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എക്സിറ്റ് ആവുള്ളൂ. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രോഫിറ്റ് നോക്കിയിട്ട് ഈ ബോട്ട് സക്സസ് ആണോ അല്ലെങ്കിൽ അത് ലോസ് ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചാണ് ഈ ഒരു ബോട്ട് നമുക്ക് സക്സസ് ആണോ അല്ല നോക്കാൻ പറ്റുക. അതിനുശേഷം പിന്നെ നമുക്ക് ഡെയിലി ഡോളോണ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത്ര $ആയി കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് വേണ്ട. അതുപോലെ തന്നെ പ്രോഫിറ്റും അങ്ങനെ തന്നെയാണ്. ഇത്ര $, പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. അതുപോലെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ഏഷ്യയിൽ മാത്രം ടൈം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂയോർക്കിൽ മാത്രം അല്ലെങ്കിൽ ലണ്ടനിൽ മാത്രം മതി എന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കൊടുത്ത ശേഷം നിങ്ങൾ ഇപ്പോൾ ഇത്രയും സെറ്റിങ്സ് കൊടുത്തു. അതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് ആക്റ്റീവായി. ഇപ്പോൾ ഈ ഒരു ബോട്ട് ആക്റ്റീവായി. നമ്മൾ ഇവിടെ 15 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞ് 1 hourലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇത് ഇവിടെ ആക്റ്റീവ് ആവാത്തത് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് അവധിയാണ് ഗോൾഡ്. അതിനുശേഷം നമ്മളിവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ബ്ലൂ കളറാണോ നോക്കുക. നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ, അത് ബ്ലൂ കളർ ആണെന്നുണ്ടെങ്കിൽ റണ്ണിങ് ആണ്. നമ്മളിത് ഓഫാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമ്മൾ ജസ്റ്റ് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ എന്തായി, ഗ്രേ ആയി അല്ലേ. അപ്പോൾ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും റൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ ചാർട്ടിലേക്ക് ഇതേ ബോട്ട് നമുക്ക് വേറെ ഇപ്പോൾ എതേറിയത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എതേറിയത്തിൻ്റെ ചാർട്ട് ഇതിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കാണാം. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എതേറിയത്തിൻ്റെ ചാർട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു ബോട്ട് ഇതിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എതേറിയത്തിന് ഇവിടെ പോയിൻ്റ് എത്ര ഡിജിറ്റാണ് നോക്കുക. അതിന് ശേഷം സെറ്റിങ്സ് കൊടുക്കുക. 10 പോയിൻ്റാണ് ഇവിടെ 100 കൊടുക്കേണ്ടത്, കാരണം 2 ഡിജിറ്റാണ്. അതിനുശേഷം ബൈ ഓൺലി ആണോ സെൽ ഓൺലി ആണോ കൊടുത്ത ശേഷം നമുക്ക് ബൈ ഓൺലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏതേറിയ എന്ന് വർക്കിംഗ് ആണ്. നമ്മളിവിടെ കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ഗോൾഡ് ഒന്ന് കൊടുത്തു, രണ്ടാമത് മാജിക് നമ്പർ നമ്മൾ മാറ്റി കൊടുക്കണം. രണ്ടാമത്തെ ബോട്ടിന് മാജിക് നമ്പർ മാറ്റി കൊടുക്കുക. നെക്സ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഡൗൺ ട്രെൻഡാണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് എതേറിയ ഉള്ളത്. അതുകൊണ്ടാണ് ട്രേഡ് കാര്യങ്ങളൊക്കെ വരാത്തത്. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഓക്കെയാണ്. മറ്റേ ഇവിടെ ഇതും ഓക്കെയാണ്. 2 ചാർട്ടുകളും ബ്ലൂ കളർ ആകുന്നതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നു. കാരണം എന്താണ്, ഇവിടെ ഇന്ന് മാർക്കറ്റ് ആക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ അക്കൗണ്ട് നമ്പർ കാണിക്കും, ടോട്ടൽ സെല്ല്, ടോട്ടൽ ബയോ കാണിക്കും. ഇവിടെ കാണിക്കില്ല, കാരണം ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്, ലൈവ് അക്കൗണ്ടിൽ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇനി ഇപ്പോൾ വേറെ അക്കൗണ്ട് GBPയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ GBP എടുക്കുക. അതിന് ശേഷം ഇവിടെ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ഈ ഒരു ചാർട്ട് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും അതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ മാറ്റേണ്ടത് ഡിജിറ്റ് നോക്കിയ ശേഷം നമ്മളിവിടെ ലെങ്ത്ത് ഗ്യാപ്പ് മാറ്റുക, അതുപോലെ തന്നെ TP ഡിസ്റ്റൻസ് മാറ്റുക. പിന്നീട് മാറ്റേണ്ടത് നമ്മൾ 3 എണ്ണമൊക്കെ വെക്കുമ്പോൾ ഇവിടെ മാജിക് നമ്പർ പ്രീവിയസ് കൊടുത്താൽ വേറെ ഏതെങ്കിലും മാജിക് നമ്പർ കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ബൈ ഓൺലി ആണോ സെൽ ഓൺലി ആണോ ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് ടെസ്റ്റ് വേർഷന്
നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അതിന് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് വേർഷൻ ക്ലിക്ക് ചെയ്യാൻ ശേഷം ടെസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോവുക. നെക്സ്റ്റ് ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കറണ്ട് പീരീഡ് കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങൾ ചാർട്ടിൽ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഗോൾഡ് വേണം. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, മറ്റേത് ഇൻസ്ട്രുമെൻ്റ് ആണ് അത്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയ ശേഷം ഇൻപുട്ടുകളൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ ഇത് വിഷ്വലി കാണണമെങ്കിൽ വിഷ്വൽ കൊടുക്കുക, പീരീഡ് കൊടുക്കുക. അതിന് ശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ട് ഇങ്ങനെ വർക്കാവും. അതിന് ശേഷം ബൈ ആണെങ്കിൽ ബൈ, സെല്ലാണ് ഇവിടെ 1000 USD നമുക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും ഡെയിലി പ്രോഫിറ്റും ഡെയിലി ലോസും ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രോഫിറ്റും ലോസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന XNS, സ്റ്റാർ, അൽപ്പാരി, XM, വാൻറ്റേജ് ഇതിലേതെങ്കിലും ഒരു അക്കൗണ്ട് എൻ്റെ റെഫർ എടുത്താൽ മതി. ഇനി ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകൾ XNSലൊക്കെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എൻ്റെ റെഫറിലേക്ക് മാറ്റിയാലും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു EMAൻ്റെ ക്ലോസിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ADXൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യണോ, ADX ഓപ്പോസിറ്റ് ആണെങ്കിൽ ക്ലോസ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ്. അതിൽ മാറ്റം വരുത്തേണ്ടത് നിങ്ങൾക്ക് ഈ ഡിഫോൾട്ടിൽ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യിക്കാം. മാറ്റം വരുത്തേണ്ടത് ലോഡ് സൈസ് മാറ്റാം. അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലോക്കിനനുസരിച്ച് XNSലാണെങ്കിൽ 1000, 10 പോയിൻറ്റിന് 1000. ഇനി XM അതുപോലെ തന്നെ മറ്റുള്ള 2 ഡിജിറ്റ് സ്റ്റാർ ട്രേഡർ ഒക്കെ വാൻറ്റേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1000 എന്നില്ലെങ്കിൽ 100 കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ TP ഡിസ്റ്റൻസ് 300 XNSലും മറ്റുള്ള ബ്രോക്കറിൽ 30 കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നെ ബാസ്ക്കറ്റ് SLും കൂടി പെർസെൻറ്റേജും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ബാക്കിയെല്ലാം നോർമലിയാണ്. ബാക്കി റിസ്കിനനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇങ്ങനെയാണ് ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം നിങ്ങൾക്ക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ആൽഗോ ട്രേഡിംഗ് ഇവിടെ ഓഫ് ആക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു സമയത്ത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഈ സെറ്റിങ്സ്. അപ്പോൾ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ഫുൾ ടൈം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ബോട്ടൊന്നും ആയിരിക്കില്ല. കാരണം മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നിശ്ചയിക്കുന്നത്. നമ്മുടെ റിസ്കിനനുസരിച്ച് നമ്മൾ റിസ്ക് എങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ അനുസരിച്ചാണ് ബോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നമുക്കെല്ലാം അടുത്ത വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.